ഇതൊരു ഫാൻസി കാറല്ല. ഇതിനകത്ത് ഫാൻസി ആയിട്ടുള്ള, അതായത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സോളോ ട്രാവലിങ്ങിന് വേണ്ട സാധനങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പർ വാനെ കുറിച്ചിട്ട്. ഡിസംബർ 7-ാം തീയതി നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് ക്യാമ്പർ വാൻ പണിത് തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ക്യാമ്പർ വാൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോസിനുള്ള കവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ സീറ്റിൻ്റെ ബേസിക് ഡിസൈൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബേസിക് ഡിസൈനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ക്യാമ്പർ വാൻ ചെയ്യണ സമയത്ത് എനിക്ക് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് MVDയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതായത് ഒരു വണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയെ ഒരു ക്യാമ്പർ വാനാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര ക്വസ്റ്റ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ MVDയിൽ വിവരാവകാശത്തിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിവരാവകാശത്തിൽ നിന്ന് എനിക്ക് 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായില്ല. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് MVDയുടെ അടുത്ത് നമ്മൾ ചോദിച്ചത്, അതേപോലെ തന്നെ MVD നമുക്ക് എന്താണ് മറുപടി തന്നെന്നുള്ളതും ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട്. പിന്നീട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തും പല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ അധികം മോഡിഫിക്കേഷൻ വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻ പെട്ടെന്ന് എന്താ പറയുക, പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഇൻറ്റീരിയർ മോഡിഫിക്കേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻറ്റീരിയറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നടത്താം. കളറ്, ഓൾട്രേഷൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡ്രൈവറുടെ വ്യൂവിനെ മറയ്ക്കുന്ന യാതൊരു ചേഞ്ചസും നമ്മൾ വരുത്താൻ പാടില്ല. അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ബാക്ക് മിററോ സൈഡ് മിററോ അതൊക്കെ നോക്കുമ്പോൾ ആ ഒരു വ്യൂവിനെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും പാടില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റില്ല, സീറ്റിൻ്റെ എണ്ണം വേണമെങ്കിൽ കുറയ്ക്കാം. സീറ്റിൻ്റെ പൊസിഷൻ മാറ്റാം, സീറ്റിൻ്റെ അപ്പോൾസറി മാറ്റാം, സീറ്റിൻ്റെ കളറ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഡിസൈൻ ചെയ്യണ സമയത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഡ്രൈവറുടെ വ്യൂവിനെ മറയ്ക്കുന്ന രീതിയിലുള്ള യാതൊരു ഡിസൈനും പാടില്ല. അതേപോലെ വണ്ടി നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു നോർമൽ വണ്ടിയായിട്ട് തോന്നണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ കാര്യം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ ഒരു സാധാ ഇക്കോല് വരുന്ന ഒരു സീറ്റിൻ്റെ രീതി തന്നെയാണ് ഇതിൻ്റെ സീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ബാക്കിൽ 3 പേർക്ക് ഇരിക്കാവുന്ന. ആകെ നമ്മളൊരു എക്സ്ട്രാ ഒരു ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് നമുക്ക് സാധനങ്ങൾ ഇട്ട് വയ്ക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ ഒരു സീറ്റിങ്ങും ബാക്കിൽ ഒരു ഡിക്കിയേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടുന്ന സമയത്ത് ഞാൻ വണ്ടി ഇങ്ങനെയായിരിക്കും കൊണ്ടുപോവുക. അതായത് ബാക്കിൽ 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ സീറ്റ് ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്യാമ്പർ വാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ വണ്ടിയിൽ തന്നെ ഉറങ്ങി, വണ്ടിയിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് ട്രിപ്പ് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ട്രാവലിങ്ങിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ താമസിച്ചും ഭക്ഷണം കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, ഭക്ഷണം കുക്ക് ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ റോട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫുഡ് പോയിസൺ, അല്ലെങ്കിൽ എന്താ പറയുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ബേസിക്കലി എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ വണ്ടിയിൽ വേണം. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ട്രിപ്പ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ടേസ്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നും നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ലോക്കലൈറ്റ്സിനെ പിടിച്ച് കണ്ടുമുട്ടിയിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും അവരുടെ ലോക്കലായിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്യിക്കാനൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് നമുക്കറിയില്ല, പക്ഷേ നമ്മളത് ട്രൈ ചെയ്തിരിക്കും. ഈ വണ്ടിയുടെ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു അടുപ്പ് വേണം, അതേപോലെ നമുക്ക് കിടക്കാനുള്ളൊരു സൗകര്യം വേണം. അപ്പോൾ അതിൻ്റെ പ്ലാനും ഡിസൈനൊക്കെ വരച്ച് ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. കാരണം ഇത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി, പിന്നെ കുറേ ഇരുന്ന് വരച്ചു, ട്രയൽ അടിച്ചു, എറർ അടിച്ചു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലെത്തിയത്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മളൊരു ബീച്ച് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിരിക്കാം. അപ്പോൾ ഇതെന്തിനാണ് ഈ ഒരു ഹൈറ്റ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് നമ്മുടെ കുക്കിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഉയർത്താം, അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ്. പിന്നെ അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ പൈപ്പ് നമ്മൾ ഇതിൽ കടത്തി വിടുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മുടെ കുക്കിംഗ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിരത്തി വയ്ക്കാം. ഏത് സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ സെറ്റപ്പ് ഇവിടെയാണ്. അതേപോലെ ഈ ഒരു ഹോളിലാണ് നമ്മൾ സ്പൂണും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ തീരുമാനിച്ചേക്കണേ. പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പാത്രങ്ങൾ. അത്യാവശ്യം നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനവും, കട്ടിംഗ് ബോർഡ്, കത്തികൾ, കയ്ലുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള സ്പേസ് നമ്മളിവിടെ ഉണ്ടാക്കണം. നമ്മൾ ഈ ടിന്നുകളൊക്കെ എന്ന് പറഞ്ഞാൽ ജിമ്മിലെ ഈ ക്രിയാറ്റിൻ്റെയും ഗ്ലൂട്ടാമിൻ്റെയൊക്കെ ടിന്നാണ്. ഇതിനകത്താണ് നമ്മൾ മസാല സ്റ്റോർ ചെയ്യാൻ വെച്ചേക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കാം, പക്ഷേ പരമാവധി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഈ ഒരു പാത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 4-5 സൈസിലുള്ള പാത്രം നമുക്കുണ്ട്. ഇത് ഞാൻ ഐക്കിയെന്ന് മേടിച്ചത് 400 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും, എന്ത് പാത്രം, ഭക്ഷണം, അത് കുക്കിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും വാഷ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെയുള്ള സൗകര്യം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ വരാനുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക എന്നുള്ളത് എനിക്കൊരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കൂടുതലും ഈ ഒരു ടോപ്പ് ഏരിയനോട് ചേർന്ന് വരരുത്. പരമാവധി ഹൈറ്റ് കൂടുന്തോറും ഇനിയിപ്പോൾ ഇതിൻ്റെ മീതെ നമുക്ക് അപ്പോൾസറി വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അപ്പോൾസറി വർക്ക് കൂടി വരുമ്പോൾ പിന്നെയും ഹൈറ്റ് കൂടും. അപ്പോൾ നമ്മൾ കൂടുതൽ ഈ ടോപ്പിനോട് ചേർന്ന് വരുന്തോറും ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ റൂഫിൽ ചൂട് കുറയ്ക്കാനായിട്ട് നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്കിൽ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോറേജ് സ്പേസ് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പരമാവധി മിനിമലിസ്റ്റിക് ആയിട്ട്, അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഇതൊരു ഫാൻസി കാറല്ല. ഇതിനകത്ത് ഫാൻസി ആയിട്ടുള്ള, അതായത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സോളോ ട്രാവലിങ്ങിന് വേണ്ട സാധനങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുക. ഇനിയിപ്പോൾ ബെഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് നിവർത്തിയിട്ടിട്ട് തന്നെയാണ് നമ്മൾ ബെഡായിട്ട് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് ബാറ്ററി വയ്ക്കാനുണ്ട്. അതേപോലെ കുറച്ച് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഗ്യാസ് ഒരിക്കലും നമ്മൾ കണക്ട് ചെയ്തിട്ടിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ എപ്പോൾ കുക്ക് ചെയ്യണോ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇത് കണക്ട് ചെയ്യുക. ഗ്യാസ്, ഡ്രസ്സ്, കുറച്ച് പാത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ പാർട്ടീഷൻ തിരിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ ഇനി വരുന്ന പാത്രങ്ങളുടെ എണ്ണമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇതിൻ്റെയൊക്കെ പാർട്ടീഷൻ തിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ ബെഡ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ ഇതിങ്ങോട്ട് പൊക്കിയിട്ട് ഇതിങ്ങനെയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ, ഇത് പിയാനോ ഹിഞ്ചസിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയായിട്ട് പൊക്കിയിട്ട് ഇതിങ്ങനെയായിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു ബെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആകെ നമുക്ക് ഈ ഒരു സീറ്റ് ജസ്റ്റ് ഒന്ന് മടക്കിയിടേണ്ട ആവശ്യമുണ്ട്. കിടക്കുന്ന സമയത്ത് ഈ സീറ്റ് ഒന്ന് മടക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇവിടെ വീഴുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കയറിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ബെഡും കുറച്ച് പില്ലോസൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.7 ആണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റും. ഒരു 6 അടിയുള്ള ആൾക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റും. ഏകദേശം ഒരു 3 പേർക്ക് സിമ്പിളായിട്ട് കിടക്കാനുള്ള ഒരു സൗകര്യം വണ്ടിയിലുണ്ട്. ഞാൻ കുറേ ഡിസൈൻസും കുറേ വീഡിയോസൊക്കെ കണ്ടതിലൊക്കെ അവർ പല പല ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ ഡിസൈൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസൈൻ കണ്ടെത്താൻ നമുക്ക് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനായിരുന്നു നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. കാരണം ഈ തരം സാധനങ്ങൾ, കാരണം വിദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സാധനവും നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ സാധനവും മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നിട്ട് ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. 3 ദിവസം എടുത്തു ഇത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഹിഞ്ചസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിയാനോ ഹിഞ്ചസ് വെച്ചിട്ടാണ് ഇത് ലോക്ക് ചെയ്തേക്കണത്. ഇപ്പോൾ ഇവിടെ ഒരു പിയാനോ ഹിഞ്ചസ് ഉണ്ട്, ഇതിൻ്റെ താഴത്തൊരു പിയാനോ ഹിഞ്ചസ് ഉണ്ട്, ഇവിടെ ഒരു ഹിഞ്ചസ് ഉണ്ട്. അങ്ങനെ 3 പിയാനോ ഹിഞ്ചസിലാണ് ഇത് വർക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ ബെഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ് നമ്മൾ ഇവിടെ 1, 2, 3, 4 പീസായിട്ടായിരിക്കും നമ്മൾ ബെഡ് ഡിസൈൻ ചെയ്യുക. അതിനെ വെൽക്രോ വെച്ച് ഒട്ടിച്ച് കൊടുക്കാനാണ് തീരുമാനം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെൽക്രോ വെച്ച് ഒട്ടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സീറ്റ് മടക്കിയിട്ടിട്ട് ഡ്രൈവ് ചെയ്യണ സമയത്ത് ഈ വെൽക്രോ ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഊരിപ്പാരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെൽക്രോ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ലോക്കിംഗ് സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ ഈ സീറ്റിനെ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു എന്താ പറയുക നോർമൽ വാൻ്റെ സീറ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാം.
ഇനിയിപ്പോൾ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വന്നിരുന്നു നമുക്ക് ഇങ്ങനെ ഒന്ന് ചാരി കിടക്കണമെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ചാരി കിടക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി ചെയ്യണം. ഇത്തരത്തിൽ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്യാമ്പർ വാൻ ബിൽഡ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത്തരത്തിൽ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക നമുക്കൊരു റീച്ച് കിട്ടും. എന്തൊക്കെയാലും ഇനി വരുന്ന വീഡിയോസൊക്കെ നമ്മുടെ ട്രാവലിംഗ് ബേസ്ഡ് ആയിരിക്കും. പക്ഷേ വീട് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. നമ്മൾ പറ്റാവുന്ന രീതിയിൽ നമ്മളതിന് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ട്രാവലിംഗ് വീഡിയോസ് തന്നെയായിരിക്കും.